ഷെഫീസ്, കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടല്ലോ, IIT-യിലൊന്നും പ്ലേസ്മെന്റ്സ് കുറഞ്ഞു വരുന്നുണ്ട്. IIT ബോംബെയിൽ വെറും 36% ആൾക്കാർക്ക് ഇപ്പോഴും പ്ലേസ്മെന്റ് ആവാതെ കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കണ്ടു ആ വാർത്ത. അത് സത്യം പറഞ്ഞ കുട്ടികൾക്കിടയിലും ഇപ്പം ആസ്പിറൻസിനിടയിലൊക്കെ ഒരുപാട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച IIT-യിൽ എത്തിയിട്ട് ജോലിയില്ല ആവുമോ എന്നുള്ളൊരു ആശങ്ക ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ന്യൂസിന് എപ്പോഴും ഒരുപാട് വശങ്ങളുണ്ടാവും, അതിന്റെ പിന്നിൽ നമുക്ക് അറിയാത്ത ഒരുപാട് സൈഡുകൾ ഉണ്ടാവും. അപ്പൊ ഈ ന്യൂസ് ഇത്രയും സ്പ്രെഡ് ആയതോടുകൂടി IIT ബോംബെ തന്നെ അവരുടെ കുട്ടികൾക്കിടയിൽ ഒരു സർവേ നടത്തി. അതിൽ മനസ്സിലാക്കാൻ പറ്റിയത് പ്ലേസ്മെന്റിന് അപ്ലൈ ചെയ്തിട്ട് അതിൽ 6% കുട്ടികൾക്ക് മാത്രമാണ് കിട്ടാത്തത് എന്നുള്ളൊരു. ബാക്കി 30% എന്തായി? 36% ന്യൂസ് ഒറ്റയടിക്ക് 6% ആയിട്ട് മാറി. അത് ഒഫീഷ്യൽ ഹാൻഡിൽ തന്നെ IIT ബോംബെയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഇതിന് ആക്ച്വലി ഒരുപാട് റീസൺസും അതുപോലെ തന്നെ ഒരുപാട് അനാലിസിസും നടത്താനുണ്ടാകും. അതിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം ഒരു 2 വർഷം മുന്നേ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് ഓൺലൈനായിട്ട് പ്രോഡക്ട്സും സർവീസും ഒക്കെ സെല് ചെയ്യുന്ന IT കമ്പനീസ് ഒക്കെ ഒരുപാട് ഹയറിങ് നടത്തിയിട്ടുണ്ടായിരുന്നു, അല്ലെ? അത് നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈവൻ സൂം പോലെയുള്ള കമ്പനികളടക്കം മാസ് ഹയറിങ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അത്രയും റിക്വയർമെന്റ് ചിലപ്പോൾ അവരുടെ കമ്പനികളുടെ ഓഫീസുകളിൽ ഉണ്ടാവില്ല. അങ്ങനെ കുറെ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു സിനാരിയോ ഉണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് ഹയറിംഗ് വന്നിട്ടുണ്ട്, അവർ നമ്പർ നന്നായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കറക്ഷൻ ശരിക്കും പല കമ്പനീസിലും കാണാൻ പറ്റിയിട്ടുണ്ട്. അല്ല, ഈ ഒരു സംഭവം നടക്കുന്നത് ശരിക്കും എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന 2020-ലാണ്. അപ്പൊ ഞങ്ങളുടെ കോഴ്സ് കഴിയാൻ ഒരു 2 months ബാക്കിയുള്ളപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കോവിഡ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബാച്ചിനെ ഒരു വലിയ രീതിയിലൊന്നും കോവിഡ് എഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന ബാച്ച് നന്നായിട്ട് എഫക്ട് ചെയ്തു. കാരണം ആ സമയത്ത് പല കമ്പനികളും ഹയർ ചെയ്യുന്നില്ല, കാരണം പലരുടെയും പ്രൊഡക്റ്റ് ഒന്നും റൺ ആവണില്ലല്ലോ. പക്ഷേ ഈ ഡിജിറ്റൽ സൈഡിലുള്ള ആൾക്കാർ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പാരലി ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സർക്യൂട്ട് ബ്രാഞ്ചസിലൊക്കെ കമ്പ്യൂട്ടർ സയൻസ്, EC, ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അപ്പോഴും കുറേ പ്ലേസ്മെന്റ് കിട്ടി. പക്ഷേ മെക്കാനിക്കൽ, സിവിൽ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നന്നായിട്ട് പെട്ടുപോയി. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള വർഷം, കോവിഡ് കഴിഞ്ഞിട്ടുള്ള വർഷം എന്ത് ചെയ്തു, ആ ഒരു വർഷങ്ങളിൽ ഹയറിംഗ് നടക്കാത്തതുകൊണ്ട് തന്നെ ഈ കമ്പനികളൊക്കെ അവരും മാസ് ഹയറിംഗ് നടത്തി. അപ്പോൾ അതിനുശേഷം വന്ന ബാച്ചിന് നന്നായിട്ട് എന്ത് ചെയ്തു, നല്ല പ്ലേസ്മെന്റ് കിട്ടി. പക്ഷേ പിന്നീട് ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ ഷെഫീസ് സാർ പറഞ്ഞ പോലെ എന്തായി, ഈ മാസ ഹയറിംഗ് ചെയ്തതൊക്കെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് വന്നപ്പോൾ കമ്പനിക്ക് ഇത്രയും റിസോഴ്സ് ആവശ്യമില്ല, അഡീഷണൽ എക്സ്പെൻസ് ആണ്. പിന്നെ പല ആളുകൾക്കും നല്ല സാലറി, ഹൈ സാലറി എന്ന് വെച്ചാൽ നോർമലി കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ളതിനേക്കാളും അപ്പുറത്തുള്ള സാലറി കൊടുക്കുന്ന അവസ്ഥ എത്തി. കമ്പനിക്ക് താങ്ങാത്ത അവസ്ഥ വന്നപ്പോൾ കുറെ ആളുകളെ ഒഴിവാക്കുന്നതിലോട്ടും പിന്നെ പല രീതിയിലും പിന്നെ ഹയറിങ്ങും കുറെയൊക്കെ പോസ് ചെയ്തു. ഇത് ശരിക്കും IIT മാത്രമല്ല, എൻ്റെ സ്ഥലത്തുള്ള എല്ലായിടത്തും എഫക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഫിനോമിന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ IIT മദ്രാസിൽ, ഇപ്പോൾ IITസിലെയും NITസിലെയും പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്നത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമല്ല കുട്ടികൾ ജോലിക്ക് അന്വേഷിക്കുക. കോഴ്സ് എൻഡ് ചെയ്യുന്നതിന് 6 മാസം മുന്നെയാണ് പ്ലേസ്മെന്റ്സ് നടക്കുക. ഒരു ഡിസംബർ, ഫെബ്രുവരി, തേർഡ് ഇയറിൽ തന്നെ ഇന്റേൺഷിപ്പിന് പോയിട്ട് പ്രീ പ്ലേസ്മെന്റ് ഓഫറുകൾ കിട്ടുന്നവരുണ്ട്. അങ്ങനെയാണ് നടക്കുക. അപ്പൊ ഞാൻ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ആയിരുന്നു, 5 വർഷത്തെ BTech + MTech ആയിരുന്നു, 5 വർഷത്തെ പ്രോഗ്രാം ആയിരുന്നു. അതിൽ എന്റെ 4 വർഷം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് എന്റെ കൂടെ ജോയിൻ ചെയ്ത BTech-കാർ അവരുടെ പ്ലേസ്മെന്റ് സീസണിലാണ് ചെന്നൈയിൽ 2015 വളരെ ഫേമസ് ആയിട്ടുള്ള ഫ്ലഡ് ഒക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് കറക്റ്റ് ഡിസംബർ 1-നാണ് പ്ലേസ്മെന്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നാണ് മഴ പെയ്ത് തുടങ്ങുന്നതും ഫ്ലഡ്. അങ്ങനെ ചെന്നൈയിൽ നല്ലൊരു ഭാഗം മൊത്തം വെള്ളപ്പൊക്കത്തിൽ വെള്ളം, കാറുകളും റോഡുകളും ഒക്കെ വെള്ളമൊക്കെ. അപ്പൊ ആ സീസണിലും പ്ലേസ്മെന്റിന് അത്യാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. IIT മദ്രാസിൽ മാത്രം ചെറുതായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ കമ്പനികൾ ഫെബ്രുവരിക്ക് ശേഷം വന്നു, വീണ്ടും ഹയറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റീസൺസ്, എക്സ്റ്റേണൽ കാരണങ്ങളൊക്കെ ഇതിന് വരാം, അല്ലെ? അല്ല, ഇത് IIT-കളിൽ മാത്രമല്ല, ഈവൻ ഇപ്പൊ IIM-കളിലാണെങ്കിലും ഒരു 10-15% ഒക്കെ ഡിക്രീസ് വന്നിട്ടുണ്ട്. കാരണം അത് കുറെ ഇപ്പൊ എക്കണോമിക്, ഇപ്പൊ നമ്മൾ ഒരു എക്കണോമിക് റിസഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് നമ്മൾ ഇതിനെ ബാധിക്കും. ഒരു വാർ വന്നു കഴിഞ്ഞാൽ അത് ഇതിനെ ബാധിക്കും. ഇനി ഇപ്പൊ നമ്മളെല്ലാവരും എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ഫീൽഡിൽ നമ്മൾ ഈ കോവിഡ് ശേഷം ഒരുപാട് ഡിജിറ്റൽ സൈഡിലോട്ട് വന്നപ്പോൾ ഇപ്പൊ പണ്ട് ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഡിജിറ്റൽ ഇതിൽ എക്സ്പേർട്ട് ആയ ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടി, മറ്റുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു. ഇങ്ങനെ എല്ലാ ഫാക്ടേഴ്സും എന്ത് ചെയ്യും, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഒരു 36%-ലോട്ട് വരികയാണെങ്കിൽ, ആ 36% എന്നുള്ള ന്യൂസ് വന്നു, പിറ്റത്തെ ദിവസം തന്നെ അവർ പറയാണ് അത്ര ഇല്ല, 6% ഉള്ളൂ. അപ്പോഴും ക്വസ്റ്റ്യൻ ഇതാണ്, അപ്പൊ ഈ 30% ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു? അപ്പൊ ഈ 30%-ൽ ശരിക്കും കാണാതെ പോകുന്ന കുറെ ആൾക്കാരുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മൾ തന്നെ പ്ലേസ്മെന്റ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ കോളേജിലുള്ള എല്ലാ ആൾക്കാരും പ്ലേസ്മെന്റ് ഇരിക്കാറില്ല. അത് കുറെ ആൾക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. എല്ലാവരും വിചാരിക്കുക എന്താ, കോളേജ് കഴിഞ്ഞാൽ എല്ലാവരും ജോലിക്ക് പോകുന്നതാ. പക്ഷെ കുറെ ആളുകൾക്ക് ജോലി വേണ്ട. കുറെ ആളുകൾ ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട്, സിവിൽ സർവീസ് പോലെയുള്ള UPSC പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒക്കെ തയ്യാറെടുക്കുന്ന ആൾക്കാരുണ്ട്. IITസിലും NITസിലും പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് അവിടുത്തെ
പിയർ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസും അവരുടെ അലുമിനി നെറ്റ്വർക്കിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷറൊക്കെ ശരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്. സ്വന്തം കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട്, മറ്റ് എക്സാം പ്രിപ്പറേഷൻസിന് പോകുന്നവരുണ്ട്. സിവിൽ സർവീസ് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം, സിവിൽ സർവീസ് പോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓഫർ ചെയ്യുന്ന ഒരുപാട് എഞ്ചിനീയറിംഗ് സർവീസസ് ഉണ്ട്. അതിലേക്കുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരുണ്ട്, പിന്നെ ഹയർ സ്റ്റഡീസിന് പോകുന്നവരുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പം ഫോറിൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡ് എന്നുള്ളത് ഭയങ്കര ട്രെൻഡിങ് ആണ്. യുഎസിലൊക്കെ പോയി സെറ്റിൽ ആവണം, യുഎസ്, ജർമ്മനി, കാനഡ ഒക്കെ പോയി പഠിക്കുക എന്നുള്ളത്, അയർലൻഡ് ഭയങ്കര ട്രെൻഡിങ് ആണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ സ്റ്റഡി അബ്രോഡ് വഴി കൺസൾട്ടൻസി വഴി പോകുന്ന കുട്ടികൾ പലരും അവിടുത്തെ ഒരു 3rd tier 4th tier കോളേജുകളിലാണ് പോകുന്നത്. എന്നാൽ IITസിലും NITസിലും പഠിച്ചിട്ട് അവിടുത്തെ പ്രൊഫസേഴ്സിന്റെ ഹെൽപ്പോടെ റെക്കമെൻഡേഷനോട് കൂടിയിട്ട് വിദേശത്ത് പോകുന്ന കുട്ടികൾ പഠിക്കുന്നതൊക്കെ വേൾഡിലെ തന്നെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിലാണ്. ഈവൻ MIT, ഹാർവേർഡിൽ അടക്കം എത്തുന്ന ആളുകളുണ്ട്. എല്ലാവരും ഇല്ല, എത്തുന്ന ആളുകളുണ്ട് സ്കോളർഷിപ്പോട് കൂടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ PhD പോകുന്ന ആളുകളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യമുള്ളത്, ഇപ്പൊ നമ്മുടെ പ്ലേസ്മെന്റിൽ ഇരിക്കുന്ന ടോട്ടൽ നമ്പറിൽ UG കാൻഡിഡേറ്റ്സ് മാത്രമല്ല, PGക്ക് ജോയിൻ ചെയ്ത കുട്ടികളുണ്ട്, ഡിഗ്രിക്കാർ മാത്രമല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിക്കാൻ വന്ന കുട്ടികളുണ്ടായിരിക്കും, PhD കംപ്ലീറ്റ് ചെയ്യാൻ വന്ന കുട്ടികൾ IITസിലും NITസിലും ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും പ്ലേസ്മെന്റ്സിൽ ഇരിക്കാറുണ്ട്. അപ്പൊ കമ്പനീസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക നമ്മുടെ JEE ക്രാക്ക് ചെയ്ത് വന്ന അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് പ്രിഫർ ചെയ്യുക. അപ്പൊ ഈ ടോട്ടൽ നമ്പറിൽ ഇത്ര പെർസെന്റേജ് പ്ലേസ്ഡ് ആയില്ല എന്ന് പറയുമ്പോൾ അതിൽ ഈ പറയുന്ന എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആണെന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ ആ 30% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഇൻക്ലൂഡഡ് ആണ്. എന്ന് വെച്ചാല് ഇത് പ്ലേസ്മെന്റ് ഇരുന്ന് കിട്ടാത്തവര് അല്ലെങ്കിൽ ആ പ്ലേസ്മെന്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നതിൽ വെറും 6% ആളുകൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാത്തത്, ഇപ്പൊ കിട്ടാത്ത. ചിലപ്പോൾ അവർക്ക് ഇനിയും പ്ലേസ്മെന്റ് വന്നേക്കാം. ബാക്കി 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല പ്ലാൻസ് ഉള്ള ആൾക്കാരാണ്. അവര് മറ്റ് ഹയർ സ്റ്റഡീസിന് പോകണം, അല്ലെങ്കിൽ പിന്നെ കുറെ ആളുകൾ ഉണ്ടാവും ഇത് കഴിഞ്ഞിട്ട് MBA ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് 1 year CAT എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവര്, നേരത്തെ പറഞ്ഞ IAS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവര്. ഇതൊക്കെ ഉണ്ട്. എല്ലാവരും കോളേജ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ജോലിക്ക് പോകണം എന്നുള്ള ഇൻട്രസ്റ്റ് ഉള്ളവരൊന്നും ഉണ്ടാവില്ല, കുറച്ചുകൂടി പഠിച്ചിട്ട് പോകാന്നുള്ളവരുണ്ടാവും, സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ. അപ്പൊ ഇവരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ 36% വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ന്യൂസ് കാണുമ്പോൾ അതിനെന്തുണ്ട്, ഒരുപാട് സൈഡ് ഉണ്ട്, അതും കൂടെ നമ്മൾ കാണണം എന്നുള്ളതാണ്. അല്ലാതെ 36% ആൾക്കാർ ജോലി ഇല്ലാതെ തെരുവിലോട്ട് ഇറങ്ങുക എന്നുള്ളതൊന്നല്ല അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ പറയാനുള്ള കാര്യം ചിലപ്പം ഇതുപോലെ എല്ലാവരെയും എഫക്ട് ചെയ്യുന്ന വേൾഡ് വൈഡ് ഫിനോമിനൻസ്, കോവിഡ്, പിന്നെ വാർ. ഇപ്പൊ നമുക്കറിയാം പല 2-3 സ്ഥലങ്ങളിലായിട്ട് തന്നെ മേജർ വാറുകൾ നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ പല കമ്പനികളുടെയും അവരുടെ റവന്യൂവിനൊക്കെ പല രീതിയിൽ ബാധിക്കും. അപ്പൊ അവരുടെ ഹയറിങ്ങിനൊക്കെ എന്ത് ചെയ്യും, അത് അഫക്ട് ചെയ്യും. പല മൾട്ടിനാഷണൽ കമ്പനീസ് അഫക്ട് ചെയ്യും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ എന്ത് ചെയ്യും, ബാധിക്കും. അതിൽ IITസിൽ ഇത്രയും ബാധിച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് അനുസരിച്ച് കൂടുതൽ അഫക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അവിടെയും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് IITസും NITസും തന്നെ ആയിരിക്കും. പിന്നെ റീസെന്റ് ഇയേഴ്സിൽ നമ്മുടെ ആവറേജ് സാലറിയുടെ കണക്ക് നോക്കിയാൽ തന്നെ നമുക്കിപ്പോൾ വാർത്തയിൽ പലപ്പോഴും വരും 1 കോടി 2 കോടി പാക്കേജ് എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകൾക്കാണ് കിട്ടുക. സ്റ്റിൽ നമ്മൾ ആവറേജ് സാലറി പാക്കേജ് IITs NITs എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്ഥാപനങ്ങളെക്കാളും മുകളിലാണ്. UG കാൻഡിഡേറ്റ്സിന് കിട്ടുന്നത് മുകളിലാണെന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട് കിട്ടാത്ത മുന്തിരി കുളിക്കുന്നു. അതേപോലെ IITയിൽ എത്തിപ്പെടാത്ത ആൾക്കാർ പറയും എന്ത്, ഇത് പ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ, ഇനിയിപ്പോൾ എന്തിനാ പോകുന്നത്. പക്ഷെ നേരെ തിരിച്ച് ആലോചിച്ചാൽ മതി, IITയിൽ എന്തുണ്ടോ അല്ലെങ്കിൽ IIT NITകൾ ഉള്ളതിൻ്റെക്കാൾ താഴേക്ക് എന്ത് ചെയ്യുള്ളൂ, ബാക്കിയുള്ള കോളേജുകളിൽ എത്തുള്ളൂ. സോ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് എല്ലാ കോളേജുകളെയും ബാധിക്കുന്നുണ്ടെങ്കിൽ IITകളെ കുറച്ച് ബാധിക്കും, NITകളെ കുറച്ച് ബാധിക്കും, അതിനേക്കാളും കൂടുതലായിട്ട് താഴോട്ട് ബാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. ഒരു വാറൊന്നും നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. അത് ഓരോ ഇപ്പോൾ കോവിഡ് ടൈമിൽ തന്നെ ചില കമ്പനികൾ എംപ്ലോയീസിനെ പിരിച്ചുവിട്ട കമ്പനികളുണ്ട്, ചില കമ്പനീസ് എംപ്ലോയീസിന്റെ സാലറി വെട്ടി ചുരുക്കിയിട്ട് അവരെ നിലനിർത്തിയ കമ്പനികളുണ്ട്, ചിലർ സാലറി പെൻഡിങ് വെച്ചിട്ട് പിന്നീട് കൊടുത്ത കമ്പനികളുണ്ട്. അപ്പൊ ഇതൊക്കെ ഓരോ കമ്പനികളുടെ സ്ട്രാറ്റജിയും കാര്യങ്ങളുമാണ്. അതൊക്കെ ആ ടൈം വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മുടെ കൂടെയുള്ള IIT NIT IIM ഇങ്ങനെയുള്ള ടാഗുകൾ അവിടെ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു അലൂമിനി സ്റ്റാറ്റസ് അത് എന്നും വാലിഡ് തന്നെയാണ്. IITയിലും NITയിലൊക്കെ പഠിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരിക ഈ ഹയർ സാലറി പാക്കേജുകളാണ്. പക്ഷെ അതിനുവേണ്ടി മാത്രമല്ല, അതായത് അത്രയും വലിയ സാലറി പാക്കേജ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല IITയിൽ പഠിക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അത് അത്രയും ബെസ്റ്റ് കുട്ടികളുടെ ഒരു ഗ്രൂപ്പിൽ നമുക്ക് പഠിക്കാൻ പറ്റും, ഏറ്റവും ബെസ്റ്റ് സ്ഥാപനത്തിൽ പഠിക്കുക, അവിടുന്ന് കിട്ടുന്ന എക്സ്പീരിയൻസും എക്സ്പോഷറും തന്നെയാണ്. ശരിക്കും അയാളുടെ എല്ലാവരും തന്നെ അവരുടെ കറക്റ്റ് പാഷനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത് തിരിച്ചറിയുന്നത് കോളേജിലാണ്. അപ്പൊ അത് IITയിൽ വെച്ചിട്ടാണ് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യം അവിടെ നിന്നുണ്ടാകും. ഞാൻ എൻ്റെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള ഒരാളുടെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ദിലീപ് K കൈനിക്കര എൻ്റെ ബാച്ചിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അന്നത്തെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. 4 year BTech കഴിഞ്ഞിട്ട് പ്ലേസ്ഡ് ആയത് സാംസങ് കൊറിയയിലാണ്. ഈ പറയുന്ന പോലെ ഭയങ്കര ഹൈ പാക്കേജ് ആണ്, 1 കോടിയോളം രൂപ ഒരു വർഷം സാലറി പാക്കേജാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. 2 വർഷം അവിടെ വർക്ക് ചെയ്തു. എന്നിട്ട് അവിടുന്ന് റിസൈൻ ചെയ്തിട്ട്
സിവിൽ സർവീസ് പ്രിപ്പറേഷൻ വേണ്ടി തിരുവനന്തപുരത്ത് വരുന്നു. ഒരു 2 വർഷത്തോളം ട്രൈ ചെയ്തിട്ട് കേരളത്തിലെ നമ്പർ 1 ആയിട്ട് എന്ത് ചെയ്തു, ഇപ്പം IAS ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ IAS ഓഫീസർ ഏൺ ചെയ്യുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് സാംസങ്ങിന് കിട്ടിക്കൊണ്ടിരുന്നത്. അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ പൈസ മാത്രം ആയിരിക്കില്ല എല്ലാവരുടെയും മോട്ടീവ് എന്നുള്ളത്. മേ ബി IIT അല്ലാതെ ഒരു നോർമൽ കോളേജിൽ പഠിച്ച ഒരാൾക്ക് ജോലി ഉപേക്ഷിച്ചിട്ട് ഇതുപോലെ സിവിൽ സർവീസിനൊക്കെ 2 വർഷം മാറ്റി വെക്കാന്നുള്ള ധൈര്യം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞാലും ആ കൂടെ ആ കോൺഫിഡൻസ് ഉണ്ടാവുന്ന ശരിക്കും നമുക്ക് ആ ഒരു ക്യാമ്പസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എക്സ്പോഷേഴ്സ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PGs ആൻഡ് PhD ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെ ഇതിലുണ്ട്. ഇപ്പൊ PhD ചെയ്യുന്ന ആളുകൾ ഒരു പക്ഷേ ഒരു കോർപ്പറേറ്റ് ജോബിനേക്കാളും ചിലപ്പോൾ അവർ പ്രിഫർ ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു പോസ്റ്റ് ഡോക്ക് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ റിസർച്ചിൽ പോകാനൊക്കെ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ അവരൊന്നും പ്ലേസ്മെന്റിന് പൊയ്ക്കൊള്ളണം എന്നും നമ്മൾ വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ കോളേജ് കയറി കഴിഞ്ഞാൽ നമ്മുടെ കരിയർ ചോയ്സ് ഒക്കെ എൻ്റർലി മാറും. നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. നമുക്ക് കുറേ ഇപ്പൊ നമ്മൾ തന്നെ കോളേജിൽ എത്രയോ ആളുകളുണ്ട്, എന്തായാലും അവർ പ്ലേസ്മെന്റ് ഇരിക്കുന്നില്ല എന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. നല്ല ഗ്രേഡുള്ള ആളുകളാണ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളാണ്, നല്ല സ്കിൽസ് ഉള്ള ആളുകളായിരിക്കും. പക്ഷെ അവർ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും പ്ലേസ്മെന്റ്സ് വേണ്ട. 2 കോടി 3 കോടി ഒക്കെ പാക്കേജുള്ള കമ്പനി വന്നാൽ പോലും അവർക്ക് വേണ്ട. സ്വന്തമായിട്ട് ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. അപ്പൊ നമുക്കറിയുന്ന എല്ലാവർക്കും പരിചയമുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളായിട്ടുള്ള എയ്ത്തർ പോലുള്ള ഫ്ലിപ്കാർട്ട് പോലുള്ള അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പല IITസിൽ നിന്നാണ്. IIT ഡൽഹിയിൽ നിന്ന് തന്നെ എന്താണ് ഒരുപാട് യൂണിക്കോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ പോകുന്ന ആളുകളുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്ത് പുതിയ പുതിയ കമ്പനികൾ ബിൽഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു JEE പോലെയുള്ള ഒരു ഇത്രയും കോമ്പറ്റീവ് എക്സാം എഴുതിയിട്ട് IITയിലും NITയിലൊക്കെ എത്തുക എന്നുള്ളത് വെറുത്തല്ല എന്നുള്ളതൊന്നും അതൊന്നും നമുക്ക് ഒരിക്കലും ഇതുപോലത്തെ ന്യൂസുകൾ കണ്ടിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇത് വേരി ചെയ്യാം, അല്ല സിറ്റുവേഷൻസ് വേരി ചെയ്യാം, ഗ്ലോബലി ഉള്ള കാര്യങ്ങളൊക്കെ വേരി ചെയ്യാം. പക്ഷേ അൾട്ടിമേറ്റ്ലി എഞ്ചിനീയറിംഗിൽ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോവുക എന്നുള്ളതിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ന്യൂസുകൾക്കൊന്നും പ്രത്യേകിച്ച് വലിയൊരു പാനിക് ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ഹേറ്റേഴ്സ് പലതും പറയും അല്ലെ, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന ആൾക്കാർ പലതും പറയും, JEEക്ക് ഇനി പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ പറയും. അതൊന്നും നമ്മൾ കേൾക്കണ്ട. നമ്മൾ ഗ്ലോബലി ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതെല്ലാവരും എഫക്ട് ചെയ്യുന്നതാണ്. അത് ടെമ്പററി ആണ്. അതായത് ഒരു കോവിഡ് വന്നു വെച്ചിട്ട് 15 വർഷത്തോളം അത് നമ്മൾ അഫക്ട് ചെയ്തില്ല, 2-3 കൊല്ലത്തേക്കാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ടെമ്പററി ആണ്, അത് മാറും. അത് പിന്നെ എല്ലാവർക്കും ഒരുപോലെയാണ് എന്ത് ചെയ്യുക, ബാധിക്കുക. അത് നമ്മൾ സർവൈവ് ചെയ്യാനാണ് ചെയ്യാം. പിന്നെ ഫൈനലി എനിക്ക് ചോദിക്കാനുള്ളത്, അതിപ്പോൾ IITസിലും NITസിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അവിടുത്തെ നമ്മുടെ പ്ലേസ്മെന്റ് എക്സ്പീരിയൻസും പറഞ്ഞു. അപ്പൊ അതിലേക്ക് എത്താൻ ഉള്ള ഒരു മെസ്സേജ് നമുക്ക് കുട്ടികൾക്ക് എന്ത് കൊടുക്കാം? അതായത് ജനറലി കേരളത്തിൽ നിന്ന് ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. കൃത്യ നമ്പർ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 16,000-ൽ പരം സീറ്റുകളിൽ 181 കുട്ടികൾ മാത്രമാണ് IITസിൽ കേരളത്തിൽ നിന്ന് എത്തിയിട്ടുള്ളത്, 1% മാത്രം. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. നമ്മള് പാനിക് ആവേണ്ടത് ശരിക്കും എവിടെയാണ്? ഇതിലാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ എത്തുന്നത് ആകെ 1% മാത്രമാണ്. സ്വാഭാവികമായിട്ട് പ്ലേസ്മെന്റ് കിട്ടുന്നതിലും മലയാളികൾ കുറവായിരിക്കുമല്ലോ. ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഞാൻ മാത്രമായിരുന്നു ഒരു മലയാളിയായിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ ക്യാമ്പസിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടിയിട്ട് അവിടെ പോകുന്ന സമയത്ത് അവിടെ വേറെ ആരും മലയാളീസ് ഇല്ല. കാരണം സിമ്പിളാണ്, കോളേജിൽ മലയാളീസ് ഉണ്ടെങ്കിലാണല്ലോ കോളേജിൽ നിന്ന് അങ്ങോട്ട് എത്തുമ്പോൾ മലയാളീസ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ പ്രീമിയർ കോളേജുകളിലും മലയാളീസിന്റെ എണ്ണം പൊതുവെ കുറവായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പ്ലേസ്മെന്റ് കിട്ടുന്ന മലയാളീസിന്റെ എണ്ണം കുറവായിരിക്കും അൾട്ടിമേറ്റ്ലി. അതാണ് സംഭവിക്കുക. അപ്പോൾ അവിടെ എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ 10th കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് തന്നെ JEE എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഫസ്റ്റ് പ്രയോറിറ്റി JEE ആയിക്കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ സ്കൂളിലെ എക്സാമും ഫുൾ A+ ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് പതുക്കെ റിലാക്സ് ചെയ്ത് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ബാക്കിയുള്ള കുട്ടികൾ അടിച്ച് കയറിയിട്ടുണ്ടാകും. ഹൈസ്കൂളിലൊക്കെ തന്നെ സയൻസ് മാത്തും ഒക്കെ പഠിക്കുന്ന ഇഷ്ടമുള്ള ടെക്നോളജിയെ കുറിച്ചും എഞ്ചിനീയറിംഗിനെ കുറിച്ചും സയൻസിനെ കുറിച്ചൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾ ആ സബ്ജക്റ്റുകളിൽ പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിലൊക്കെ നല്ല ഫൗണ്ടേഷൻ ഉണ്ടാക്കി നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. കോമ്പറ്റേറ്റീവ് എക്സാംസ്, സ്കോളർഷിപ്പ് എക്സാമുകളൊക്കെ വർഷത്തിൽ 2-3 എഴുതിക്കൊണ്ടേയിരിക്കാം. അതാണ് ശരിക്കും നീറ്റ് CUT പോലുള്ള എക്സാമുകളാണെങ്കിലും അങ്ങനെയുള്ള എക്സാമുകളാണെങ്കിൽ അടക്കം മത്സര പരീക്ഷ ഏതായിരിക്കും, കോമ്പറ്റീവ് എക്സാം ഏതായാലും നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് തന്നെ വീണ്ടും വീണ്ടും ഇതിൻ്റെ ഒരു അവയർനെസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം നമ്മൾ ഒരിക്കലും നോർമലായി പോയിട്ട് അല്ലെ സാധാരണ സ്റ്റുഡൻസ് പോകുന്ന പോലെ പോവുകയാണെങ്കിൽ IITകളിൽ ടോട്ടൽ 17,000 സീറ്റാണ്. 12 ലക്ഷം വിദ്യാർത്ഥികളാണ് ഒരു വർഷം ആകുമ്പോഴുള്ള എക്സാം എഴുതുന്നത്. സോ അതാണ് കോമ്പറ്റീഷന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ. അപ്പം നീറ്റ് ആണെങ്കിൽ 21 lakh ആൾക്കാരാണ് ഒരു വർഷം എക്സാം എഴുതുന്നത്. സോ നിങ്ങൾക്ക് എത്തുമ്പോഴേ ഇപ്പോൾ 30 lakh ഒക്കെ ആയിരിക്കും, 30-35 ഒക്കെ എത്തുമായിരിക്കും. സോ ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നമ്മളനുസരിച്ചിട്ട് പ്രിപ്പയർഡ് ആവുക. സ്വാഭാവികമായിട്ട് അത് വേർത്താണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അത് വേർത്താണ്. അതിലൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ പാനിക്കായുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. JEE, നീറ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ഡ്രീം എന്താണോ അത് ക്രാക്ക് ചെയ്യുക. എല്ലാവർക്കും എത്താൻ പറ്റട്ടെ എന്നുള്ളത് നമുക്ക് ആശംസിക്കാം.